Good morning to all. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഉള്ളത്? ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പർപ്പസ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്താണ്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആൻഡ് ടു ഷോ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് കാണിച്ചു തരിക. ഓപ്പറേറ്റിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അതായത് കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത്, കമ്പനി ഓപ്പറേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിച്ചു തരുന്നുണ്ട്. ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിച്ചു തരാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനും അതിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് provide detailed cost information to management for making plan and for decision making and for controlling. അതായത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാനേജ്മെന്റിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാനേജ്മെന്റിന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മാനേജ്മെന്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് കോസ്റ്റിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കുക, അത് വെച്ചുകൊണ്ട് മാനേജ്മെന്റിന് പ്രോപ്പർ പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് മുതലായിട്ടുള്ളവ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് യൂസേഴ്സ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആരാണ്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ടീസ് ആണ്. എക്സ്റ്റേണൽ പാർട്ടീസ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. ലൈക്ക് ഒന്ന് ക്രെഡിറ്റേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, അതേപോലെ കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും കൂടുതലായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആയിട്ട് വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പാർട്ടിയാണ്. ഇന്റേണൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കുന്നത് മാനേജ്മെന്റിനാണ്. അപ്പോൾ ഇന്റേണൽ പാർട്ടി എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. ആ ഫേമിന്റെ മാനേജ്മെന്റിനാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എക്സ്റ്റേണൽ പാർട്ടിയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പാർട്ടി, അതായത് മാനേജ്മെന്റ് ആണ്, ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. അടുത്തത് ടൈപ്സ് ഓഫ് കോസ്റ്റ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏത് ടൈപ്പ് കോസ്റ്റ് ആണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഏത് കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഏത് കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്, പാസ്റ്റ് ഡാറ്റയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ റെക്കോർഡിംഗ് പാസ്റ്റ് ഡാറ്റ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, ഹിസ്റ്റോറിക്കൽ കോസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കോസ്റ്റ്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് പോലുള്ള കോസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി കമ്പൽഷൻ. സ്റ്റാറ്റ്യൂട്ടറി കമ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും കമ്പൽസറി ആണോ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനിലും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം വേണം, അത് കമ്പൽസറി ആണ്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഒരു ഓർഗനൈസേഷന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം, അത് കമ്പൽസറി ആണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ അത് വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് വേണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ വോളണ്ടറി ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് പ്രകാരം ചില മാനുഫാക്ചറിങ് കൺസേണിന് അത് കമ്പൽസറി ആണ്. ഇപ്പോൾ വോളണ്ടറി ആണ്, മറ്റു ഓർഗനൈസേഷൻ വോളണ്ടറി ആണ്, പക്ഷെ മാനുഫാക്ചറിങ് കൺസേൺ, സർട്ടൈൻ മാനുഫാക്ചറിങ് കൺസേൺ അത് കമ്പൽസറി ആണ്. അതായത് അവരുടെ ടേൺ ഓവറിന്റെ
compulsory to certain manufacturing concern only. മിക്ക കേസുകളും വോളണ്ടറി ആണത്. Then analysis of profit. Analysis of profit എന്ന് പറയുമ്പോൾ financial accounting disclose net profit or net loss of business as a whole. അതായത് ഒരു ഓർഗനൈസേഷന്റെ മൊത്തം റിസൾട്ട് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഒരു ഓർഗനൈസേഷന്റെ മൊത്തം പ്രോഫിറ്റ് എത്രയുണ്ട്, മൊത്തം ലോസ് എത്രയുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. പക്ഷെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഓർഗനൈസേഷന് എ, ബി, സി എന്ന് പറയുന്ന 3 ബിസിനസ് ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അത് എ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് ആ ഫേമിന് 1000 രൂപ പ്രോഫിറ്റ് കിട്ടി. ബി എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 2000 രൂപ പ്രോഫിറ്റ് കിട്ടി. സി എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 4000 രൂപ ലോസ് ഉണ്ടായി. അപ്പൊ ഇതെങ്ങനെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇതിന്റെ നെറ്റ് റിസൾട്ട് ആണ് കാണിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് എത്രയുണ്ട്? എ എന്ന് പറയുന്നതിന് 1000, ബി എന്ന് പറയുന്നതിന് 2000, ആകെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ് പ്രോഫിറ്റ്. ലോസ് എന്ന് പറയുന്നത് 4000 ആണ്. അങ്ങനെ നെറ്റ് റിസൾട്ട് ആയിട്ട് നെറ്റ് ലോസ് നമുക്ക് 1000 രൂപയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. ആ ഓർഗനൈസേഷന്റെ നെറ്റ് ലോസ് 1000 ആണ്. അപ്പൊ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നെറ്റ് ലോസ് എത്രയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, അതേപോലെ ഓരോ പ്രോസസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോഫിറ്റ്, ലോസ് മുതലായിട്ടുള്ളവ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും? എ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 1000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 2000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, സി എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 4000 രൂപ ലോസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വേർതിരിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കാണിച്ചു തരുന്നു. പക്ഷെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇത് മൊത്തത്തിൽ കാണിച്ച് നെറ്റ് എഫക്റ്റ് ആയിട്ടുള്ള 1000 രൂപ നെറ്റ് ലോസ് എന്നുള്ളത് മാത്രമേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇത് 3 എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മൊത്തം ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, മൊത്തം ഓർഗനൈസേഷന് എത്ര പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായി, നെറ്റ് ലോസ് ഉണ്ടായി എന്നുള്ളതാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. ഓരോ പ്രൊഡക്റ്റിന്റെ, ഓരോ പ്രോസസ്സിന്റെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റ്, ലോസ് മുതലായിട്ടുള്ളവ വേർതിരിച്ച് കാണിച്ചു തരുന്നു. ദെൻ സ്റ്റോക്ക് വാല്യൂഷൻ. അടുത്തത് സ്റ്റോക്ക് വാല്യൂഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നത് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസും സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഏതാണോ ചെറുത് അതാണ് നമ്മൾ സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതായത് സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത് ആ സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് അതിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. എക്സാമ്പിൾ, ഒരു സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1500 ആണ്. അതേപോലെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ NRV 1000 ആണ്. ഇനിയിപ്പോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏത് വാല്യൂ എടുക്കും? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഏതാണോ വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ്, ഇതിലിപ്പോ ഏതാ കുറവ്? മാർക്കറ്റ് പ്രൈസ് ആണ് കുറവ്. ആ മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ ആയിരിക്കും സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 1000 ആയിരിക്കും കാണിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് ഏതാണോ കുറവ് അതായിരിക്കും സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ കോസ്റ്റിംഗിൽ അങ്ങനെയല്ല. കോസ്റ്റിംഗിൽ ഓൾവൈസ് ഷോൺ കോസ്റ്റ് പ്രൈസ്, അതായത് സ്റ്റോക്കിന്റെ വാല്യൂ എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആണ് കാണിക്കുന്നത്. ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാ? 1500. അപ്പൊ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് whichever is less എടുക്കും, 1000 എടുക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് കോസ്റ്റ് പ്രൈസ് ആണ് എടുക്കുന്നത്. അതായത് 1500 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less. Then in cost accounting stock is valued at their cost
പ്രൈസ്, കോസ്റ്റ് പ്രൈസിലാണ് കണക്കാക്കുന്നത്. അടുത്തത് ഏഴാമത്തെ പോയിന്റ് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡസന്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് ഇൻഫർമേഷൻ ടു ഫിക്സ് സെല്ലിംഗ് പ്രൈസ്. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് സെല്ലിംഗ് പ്രൈസിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അത്ര നമുക്ക് അത്രയും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ട ഒരു ഇൻഫർമേഷൻ, സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം അത് ഓവറോൾ റിസൾട്ട് ആണ് കാണിച്ചു തരുന്നത്. നമുക്ക് അത് വെച്ചുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിലോ, കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രൊവൈഡ് സഫീഷ്യന്റ് ഇൻഫർമേഷൻ ഫോർ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിംഗ് നോക്കി കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിന്റെയും ഓരോ പ്രോസസ്സിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റ് വേർതിരിച്ച് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് നോക്കി കഴിഞ്ഞാൽ ലഭ്യമാകും. പറഞ്ഞത് ഒരു 7 ഡിഫറൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, അതിന്റെ പർപ്പസ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്താ? ഓപ്പറേറ്റിംഗ് റിസൾട്ട് കാണിച്ചു തരുന്നു. അതേപോലെ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിച്ചു തരുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് മുതലായിട്ടുള്ളവരാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പാർട്ടീസ് ആണ്. ഇന്റേണൽ പാർട്ടി എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ്, ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. ടൈപ്സ് ഓഫ് കോസ്റ്റ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിലാണെങ്കിൽ പാസ്റ്റ് ഡാറ്റയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അവിടെ ഉപയോഗിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗിൽ അങ്ങനെയല്ല, നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്റ്റാറ്റ്യൂട്ടറി കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട്, അതായത് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്, എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സർട്ടൻ മാനുഫാക്ചറിംഗ് കൺസേൺ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓർഗനൈസേഷൻ അത് വോളണ്ടറി ആണ്, വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. നേരത്തെ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ മൊത്തം റിസൾട്ട് ആണ് കാണിച്ചു തരുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് നോക്കി കഴിഞ്ഞാൽ. കോസ്റ്റ് അക്കൗണ്ടിംഗ് അങ്ങനെയല്ല, ഓരോ പ്രൊഡക്റ്റിന്റെ, ഓരോ പ്രോസസ്സിന്റെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റും ലോസും കാണിച്ചു തരുന്നുണ്ട്. സ്റ്റോക്ക് വാല്യൂഷൻ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് which is less in financial accounting and stock is valued at cost price in cost accounting. Fixation of selling price, നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മാത്രം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിംഗിലാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള സഫീഷ്യന്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് 8ാമത്തെ പോയിന്റ് ആണ് പീരിയോഡിസിറ്റി ഓഫ് റിപ്പോർട്ടിംഗ്. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എപ്പോഴാണ്, കോസ്റ്റ് അക്കൗണ്ടിംഗിൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എപ്പോഴാണ്. ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിലാണെങ്കിൽ പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡ് എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇയർ എൻഡ് ആകുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇയർ എൻഡിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിംഗ് അങ്ങനെയല്ല, പ്രിപ്പയർഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ മാനേജ്മെന്റ്. അങ്ങനെ പ്രത്യേകിച്ച് ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നുമില്ല. അത് എപ്പോൾ വേണമെങ്കിലും മാനേജ്മെന്റിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. അതായത് വീക്ക്ലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിപ്പയർഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ദ മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് വീക്ക്ലി ആയിരിക്കാം, മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം. പക്ഷെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് അങ്ങനെയല്ല, ഇയർ എൻഡിലാണ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരീഡ് എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് ഇൻഫർമേഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ മോണിറ്ററി ഇൻഫർമേഷൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിംഗിൽ അങ്ങനെയല്ല, ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണിറ്ററി ഇൻഫർമേഷൻസും നോൺ മോണിറ്ററി ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോക്ക്, കോസ്റ്റ് അക്കൗണ്ടിംഗിൽ സ്റ്റോക്ക് അതിന്റെ യൂണിറ്റും കാണിക്കും. യൂണിറ്റ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു 1000 യൂണിറ്റ് സ്റ്റോക്സ് ആണുള്ളത് at the rate of 10 rupees. 10 രൂപയാണ് ഒരു ഐറ്റത്തിന്റെ വില 10 രൂപയാണ്. അപ്പോൾ യൂണിറ്റും കാണിക്കുന്നുണ്ട്, അതിന്റെ മണി വാല്യൂവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, യൂണിറ്റ് കാണിക്കുക എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ആണ്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്, അത് നോൺ മോണിറ്ററി ആണ്. അതിന്റെ വാല്യൂ കാണിക്കുന്നുണ്ട്, എത്ര രൂപയാണ്
ഏതാണെന്ന് കാണിക്കുന്നുണ്ട്, അത് മോണിറ്ററി ആണ്. അപ്പൊ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂണിറ്റ്സും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ മോണിറ്ററി ആയിട്ടുള്ള നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഇൻഫർമേഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. അതേ സ്റ്റോക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ 10,000 എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് 1000 യൂണിറ്റ് ആണുള്ളത്. അതിൽ ഓരോന്നിനും ഒന്നിന്റെ വില 10 രൂപയാണ്. അപ്പോൾ 1000 × 10 10,000 എന്നായിരിക്കും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യൂണിറ്റും കിട്ടും, അതേപോലെ തന്നെ അതിന്റെ റുപ്പി വാല്യൂ കിട്ടും. അതായത് നോൺ മോണിറ്ററി ആയിട്ടുള്ളത് മോണിറ്ററി ആയിട്ടുള്ള വാല്യൂ കാണിച്ചു തരുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മാനുഫാക്ചറിംഗ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ഓർ റെൻഡറിംഗ് സർവീസ്. മാനുഫാക്ചറിംഗിനെ സംബന്ധിച്ച് മാനുഫാക്ചറിംഗിന്റെ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗും പിന്നെ അതേപോലെ തന്നെ സെയിലിന്റെ ഡീറ്റെയിൽസ് ആണ്, ട്രാൻസാക്ഷൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തു, സർവീസ് മാനുഫാക്ചർ ചെയ്തു, ആ ട്രാൻസാക്ഷൻസ് ആണ് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഫിഗേഴ്സ്, അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ ഫിഗേഴ്സ് മാത്രമാണ് കാണിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, ആക്ച്വൽ ഫിഗേഴ്സും കാണിക്കും, എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അതും കാണിക്കും. ആക്ച്വൽ ഫിഗേഴ്സും എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കാണിക്കും, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ ഫിഗേഴ്സ് മാത്രമേ കാണിക്കൂ. ഇത്രയുമാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിന്റെയും കോസ്റ്റ് അക്കൗണ്ടിന്റെയും ലിമിറ്റേഷൻസ്. ഇതിൽ എട്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് പീരിയോഡിസിറ്റി ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. ഇത് ഇയർ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതങ്ങനെയല്ല, ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ മാനേജ്മെന്റ് ലൈക്ക് വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി എക്സെട്ര. ഇനി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ മോണിറ്ററി ഇൻഫർമേഷൻസ് മാത്രമാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻഫർമേഷൻസ് കാണിച്ചു തരും. ട്രാൻസാക്ഷൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മാനുഫാക്ചറിംഗ് ഓർ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് റെൻഡറിംഗ് സർവീസ്, സർവീസിന്റെയും അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ സെയിലിനെ അനുബന്ധിച്ച ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ ഫിഗേഴ്സ് പറയുമ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ ഫിഗേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ ഫിഗേഴ്സും എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സും കാണിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ ആൻഡ് കോസ്റ്റ്.